കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെജ്ഗുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെക്കീന ടിവിയുടെ പ്രേക്ഷകരായ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നിങ്ങളെ ഓരോരുത്തരെയും മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ സ്നേഹാഗ്നി ജ്വാലയിലൂടെ കഴിഞ്ഞ ഏതാണ്ട് 10-15 എപ്പിസോഡുകളിലായി സ്വർഗം നമുക്ക് നൽകിയ വിലയേറിയ സന്ദേശങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. പരിശുദ്ധ അമ്മ ഈ ലോകത്ത് പ്രത്യക്ഷപ്പെട്ട് നമ്മളെ ഓരോരുത്തരെയും ഓരോ നൂറ്റാണ്ടുകളിലും ഓരോ കാലഘട്ടങ്ങളിലും സ്വർഗത്തിന് വേണ്ടി വലിയ സ്നേഹത്തോടെ കരുതലോടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതാണ് അമ്മയുടെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ എപ്പിസോഡുകളിലൂടെ, ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിത്യരക്ഷ ആർക്കും നഷ്ടപ്പെടുവാൻ പാടില്ല എന്നുള്ള വലിയ ദാഹത്തോടെയാണ് നമ്മുടെ ഓരോരുത്തരുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓടി നടന്ന് സന്ദേശങ്ങൾ നൽകി നമ്മളെ വ്യക്തിപരമായി സ്വർഗത്തിന് വേണ്ടി ഒരുക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് എന്ന് വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെയും സംഭവങ്ങളിലൂടെയും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരുക്കത്തിൻ്റെ കാലഘട്ടമാണ് ഈ കാലഘട്ടമെന്നും സ്വർഗം എന്തോ വലിയ ഇടപെടലുകൾ ഈ കാലഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്നും പലപ്പോഴും ആ ഇടപെടലുകൾ തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആത്മീയ തലത്തിലും ഭൗതിക തലത്തിലും നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തെ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ എന്തിനൊക്കെയോ ഉള്ള ഒരു തയ്യാറെടുപ്പ് സ്വർഗം നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. ഈ ലോകത്തിപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഉക്രൈൻ റഷ്യയും തമ്മിലുള്ള യുദ്ധവും നാറ്റോയുടെ ചില പ്രത്യേകമായ സാഹചര്യങ്ങളും അതോടൊപ്പം തന്നെ ആത്മീയ തലങ്ങളിൽ പരിശുദ്ധ അമ്മയിലൂടെയും മറ്റ് വിശുദ്ധരിലൂടെയും ആത്മീയ ഗുരുക്കന്മാരിലൂടെയും ഒക്കെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിന്റെ സന്ദേശങ്ങളും ഒക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇതൊക്കെ എന്തിനോ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് എന്ന് നാം മനസ്സിലാക്കുകയാണ്. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം 4 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവർ ലേഡി എ ഗുഡ് സക്സസ് എന്ന് പറയുന്ന പരിശുദ്ധ അമ്മയുടെ ചില സന്ദേശങ്ങളിലൂടെ പരിശുദ്ധ അമ്മ ചില വ്യക്തികളെ 4 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ തിരഞ്ഞെടുത്ത് നമ്മുടെ ഈ കാലഘട്ടത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധ അമ്മ സന്ദേശം നൽകി. ചില ബലിയാത്മാക്കളെ തിരഞ്ഞെടുത്ത് അവർ ലേഡി എ ഗുഡ് സക്സസിലൂടെ ചില വ്യക്തികളെ നമ്മുടെ ഈ കാലഘട്ടത്തിന് വേണ്ടി പ്രാർത്ഥിപ്പിച്ച് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളൊക്കെ സുരക്ഷിതരായി നിത്യരക്ഷയിൽ എത്തപ്പെടുവാനുള്ള ക്രമീകരണങ്ങൾ
4 നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ പരിശുദ്ധ അമ്മ ക്രമീകരിച്ചു എന്നുള്ളതും സത്യമല്ലേ? എക്വദോറിലെ മദർ മരിയാന ടോറിസ് ദി ജീസസ് എന്ന് പറയുന്ന ഒരു സിസ്റ്ററിന് 4 നൂറ്റാണ്ടുകൾക്ക് മുൻപ് പരിശുദ്ധ അമ്മ ഈ കാലഘട്ടത്തെ കുറിച്ചുള്ള സന്ദേശങ്ങൾ നൽകി. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് വേണ്ടിയും ഈ കാലഘട്ടത്തിലെ സഭയ്ക്ക് വേണ്ടിയും സഭാ നേതൃത്വത്തിന് വേണ്ടിയും ഈ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയുള്ള ഓരോ ആത്മാക്കൾക്കു വേണ്ടിയും നിരന്തരം പ്രാർത്ഥിക്കണമെന്നും പരിത്യാഗം ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മ മദർ മരിയാന ടോറിസ് ദി ജീസസിലൂടെ നമുക്ക് നൽകിയ വിലയേറിയ സന്ദേശങ്ങളും മദർ മരിയാന ടോറിസ് ജീസസിന്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെട്ട വളരെ വ്യത്യസ്തമായ ഇടപെടലുകളുമൊക്കെ നമ്മൾ മറിയം കാലത്തിന്റെ അടയാളം എന്ന പ്രോഗ്രാമിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് കണ്ടുകഴിഞ്ഞു. ഈ കാലഘട്ടത്തെ കുറിച്ചുള്ള സ്വർഗത്തിന്റെ കരുതലാണ് 4 നൂറ്റാണ്ടുകൾക്ക് മുൻപ് പരിശുദ്ധ അമ്മ മദർ മരിയാന ടോറിസിലൂടെ നമുക്ക് നൽകിയത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കാലഘട്ടം, നമ്മൾ ജീവിക്കുന്ന ഈ സാഹചര്യം എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് നാം തിരിച്ചറിയുകയാണ്. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനും നിത്യതയ്ക്ക് വേണ്ടി അനുതാപത്തിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും വഴിയിലൂടെ സഞ്ചരിച്ച് നിത്യരക്ഷയിലേക്ക് അടുക്കുവാനുമുള്ള വിളിയാണ് ഈ കാലഘട്ടത്തിൽ, നമ്മുടെ ഈ സമയത്ത് സ്വർഗം സ്നേഹത്തോടെ നമുക്ക് നൽകുന്നത്. പ്രിയമുള്ളവരെ, 1961 മുതൽ 1965 വരെ സ്പെയിനിലെ ഗരബന്താളിൽ പരിശുദ്ധ അമ്മ 4 പെൺകുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ട് നൽകിയ സന്ദേശങ്ങളെ കുറിച്ചാണ് ഈ എപ്പിസോഡിലും ഇനി വരുന്ന ഏതാനും എപ്പിസോഡുകളിലും നാം കാണുവാൻ പരിശ്രമിക്കുന്നത്. ഗരബന്താൾ സന്ദേശം ഇന്ന് ലോകത്തിന് മുഴുവനും വലിയ ഒരു മുന്നറിയിപ്പ് നൽകുന്ന സന്ദേശമാണ്. ഈ ലോകത്തിൽ പ്രകടമായ ചില മുന്നറിയിപ്പുകൾ അധികം താമസിയാതെ തന്നെ സ്വർഗം നൽകുമെന്നും ചില നീണ്ടു നിൽക്കുന്ന അത്ഭുത പ്രവർത്തികൾ ഈ ലോകത്ത് സംഭവിക്കുമെന്നും ഗരബന്താൾ സന്ദേശത്തിൽ നാം കാണുന്നു. അത് സ്വർഗം ഒരുപക്ഷെ നൽകുന്ന അവസാനത്തെ അത്ഭുതമായിരിക്കുമെന്നും ഗരബന്താൾ സന്ദേശത്തിൽ കാണുന്നു. ഈ 4 കുട്ടികൾ അവർ 11-12 വയസ്സ് പ്രായമുള്ളപ്പോൾ വ്യക്തമായി നൽകിയ ചില സന്ദേശങ്ങൾ, ഈ മുന്നറിയിപ്പും സ്വർഗത്തിന്റെ അത്ഭുതകരമായ ഈ ഇടപെടലും ഉണ്ടാകുന്നതിന് ഒരു 8 ദിവസം മുൻപ് ഇത് ലഭിച്ച കൊഞ്ചീത്ത എന്ന് പറയുന്ന ആ കുട്ടി, അന്ന് 1961 12 വയസ്സായ കൊഞ്ചീത്തയ്ക്ക് ഇന്ന് ഈ 2022 70 വയസ്സ് പ്രായം കഴിഞ്ഞിരിക്കുന്നു. അവൾ ഇത് സ്വർഗത്തിന്റെ ഈ വലിയ ഇടപെടൽ ഈ ലോകത്ത് ഉണ്ടാകുന്ന 8 ദിവസങ്ങൾക്ക് മുൻപ് ഇതിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ ഈ 70 കഴിഞ്ഞ ഒരു വല്യമ്മച്ചി ലോകത്തിന് നൽകും എന്നും ഗരബന്താൾ സന്ദേശമാണ്. അന്നത്തെ കുട്ടികൾക്ക് ഇന്ന് 70-ൽ ഏറെ പ്രായമായെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സന്ദേശങ്ങൾ അധികം താമസിയാതെ തന്നെ ഈ ലോകത്ത് നിറവേറപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. സ്വർഗത്തിന്റെ ചില പ്രത്യേകമായ ഇടപെടലുകൾ ലഭിക്കുവാൻ നമ്മുടെ ഈ കാലഘട്ടത്തെ സ്വർഗം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള വിലപ്പെട്ട ചില മുന്നറിയിപ്പുകളും ഗരബന്താളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്.
അതിനാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഗരബന്താൾ സന്ദേശങ്ങൾ അതിന്റെ ഗൗരവത്തോടെ മനസ്സിലാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. കാരണം ഇന്ന് ഈ ലോകം ദൈവത്തിൽ നിന്നും അത്രമാത്രം അകന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ ദൈവത്തോട് ചേർത്ത് നിർത്തുവാനും ചേർത്ത് പിടിക്കുവാനും പരിശുദ്ധ അമ്മ കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു നല്ല അമ്മയുടെ ത്യാഗവും പരിശ്രമവും സ്നേഹവുമാണ് ഗരബന്താൾ സന്ദേശത്തിൽ നാം കാണുന്നത്. ഇനി ഗരബന്താൾ സന്ദേശത്തിൽ നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. നമുക്ക് ഒരുപാട് അത്ഭുതങ്ങളും സ്വർഗത്തിന്റെ വലിയ ഇടപെടലും ലഭിച്ചു കഴിഞ്ഞു. ഇനി സ്വർഗം ഇതുപോലെയുള്ള പ്രകടമായ ഒരുപാട് അത്ഭുതങ്ങൾ കൊണ്ടൊന്നും ഇനി നമ്മളെ തിരിച്ചെടുക്കാൻ ഒരുപക്ഷെ പരിശ്രമിച്ചെന്നിരിക്കില്ല. ആവശ്യത്തിനധികം സ്വർഗത്തിന്റെ ഇടപെടലുകൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനിയും ഈ ഇടപെടലുകൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ ഗരബന്താൾ സന്ദേശത്തിൽ പറയുന്ന ഒരവസാന സന്ദേശം, അത് ലോകം മുഴുവനും, അത് ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ഏത് ജാതിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ഏത് സ്ഥലത്ത് താമസിക്കുന്ന വ്യക്തിയാണെങ്കിലും ലോകം മുഴുവനും ഒരുപോലെ അനുഭവിക്കുന്ന സ്വർഗത്തിന്റെ ഒരവസാന ഇടപെടൽ ഉണ്ടാകുമെന്ന് ഗരബന്താളിൽ പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി കഴിഞ്ഞു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ലോകം മുഴുവനും ഗരബന്താളിൽ പരിശുദ്ധ അമ്മ പറഞ്ഞു തന്ന ഈ അത്ഭുതകരമായ സ്വർഗത്തിന്റെ ഇടപെടലിന് വേണ്ടിയും ഈ മുന്നറിയിപ്പിന് വേണ്ടിയും ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇപ്രകാരമാ: ഇത് സംഭവിക്കുവാൻ ഇനി അധിക നാളുകളൊന്നും ഇല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി ഈ കാലഘട്ടത്തിൽ ഗരബന്താൾ സന്ദേശത്തെ ആസ്പദമാക്കി നമ്മൾ മനസ്സിലാക്കുകയാണ്. അതിനാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത്രമാത്രം വിലപ്പെട്ട നിർദ്ദേശങ്ങൾ ഗരബന്താളിൽ നിന്ന് ലഭിക്കുമ്പോൾ ഇന്ന് ഗരബന്താൾ സന്ദേശങ്ങൾ എന്താണെന്നും ഗരബന്താളിൽ സംഭവിച്ചത് എന്താണെന്നും അറിയാതെ ലോകത്തിൽ ഒരു ഭൂരിഭാഗം പേരും അറിയാതെ ഈ സന്ദേശങ്ങളെ കുറിച്ച് ഒരറിവുമില്ലാതെ ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരു നഷ്ടമാണ്. സ്വർഗം നൽകിയ വെളിപ്പെടുത്തലുകളും സ്വർഗം നൽകുന്ന ഒരുക്കങ്ങളും സ്വർഗം നടത്തുന്ന ഇടപെടലുകളും ഒന്നും തിരിച്ചറിയാൻ സാധിക്കാതെ മുന്നോട്ട് പോകുന്നത് വലിയ ഒരു നഷ്ടമല്ലേ? അതുകൊണ്ടാണ് ഈ ഗരബന്താൾ സന്ദേശത്തിന്റെ പ്രത്യേകത നിങ്ങളുടെ മുൻപിൽ ഈ എപ്പിസോഡുകളിലൂടെ പങ്കുവയ്ക്കുവാൻ പരിശ്രമിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങൾ ഏറ്റെടുക്കേണ്ട കാലഘട്ടമായി വളരെ പ്രധാനപ്പെട്ട സ്വർഗത്തിന്റെ ചില സന്ദേശങ്ങൾ ഏറ്റെടുക്കേണ്ട സമയമായി എന്ന് നാം തിരിച്ചറിയുകയാണ്. ഇനി പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഈ ലോകം ഒരുപക്ഷെ ഈ ലോകത്തിൻ്റെതായ ചില വഞ്ചനകളുടെ പുറകെ നമ്മളെ നയിക്കുമ്പോൾ ലോകത്തിന്റെ വഞ്ചനകളുടെ പുറകെ പോകാതെ സ്വർഗത്തിന്റെ സത്യത്തിന് പുറകെ പോകുവാനുള്ള വിളിയാണ് ഗരബന്താളിൽ നിന്ന് പരിശുദ്ധ അമ്മ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഗരബന്താൾ സന്ദേശം കഠിന ശിക്ഷയെക്കുറിച്ചും മുന്നറിയിപ്പുകളെ കുറിച്ചും നമുക്ക് മുൻപിൽ പങ്കുവയ്ക്കുമ്പോൾ മാനസാന്തരത്തിനും അനുതാപത്തിനുമുള്ള അവസരം ഇവയ്ക്കൊക്കെ മുൻപ് ദൈവം നമുക്ക് നൽകുമെന്നുള്ള ഒരു പ്രത്യാശയുടെ ആശ്വാസ സന്ദേശങ്ങളും ഗരബന്താൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ദൈവം കണ്ണുമടച്ച് ക്രൂരമായ ലോകത്തെ ശിക്ഷിക്കില്ല എന്നും, എന്നാൽ മനുഷ്യൻ മനസ്സ് തിരിയുന്നില്ലെങ്കിൽ കഠിനമായ ചില ശിക്ഷകൾ, ഇന്ന് വരെ ലോകം കണ്ടിട്ടില്ലാത്ത ചില കഠിന ശിക്ഷകൾ ലോകം ഏറ്റെടുക്കാൻ
പോകുന്നുവെന്നും, എന്നാൽ ഇതിനൊക്കെ മുൻപ് അനുതാപത്തിന്റെയും മാനസാന്തരത്തിന്റെയും ചില അവസരങ്ങൾ സ്വർഗം നമുക്ക് നൽകുമെന്നും ഗർഭന്താളിൽ നിന്ന് നമുക്ക് സന്ദേശങ്ങൾ ലഭിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത്രമാത്രം വിലപ്പെട്ട വിലയേറിയ നിർദ്ദേശങ്ങൾ ഗർഭന്താളിൽ നിന്ന് ലഭിക്കുമ്പോൾ എന്താണ് ഗർഭന്താൾ സന്ദേശമെന്ന് അല്പം ആഴത്തിൽ മനസ്സിലാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. 1961 ജൂൺ മാസം 18-ാം തീയതി ഏകദേശം 300 പേർ മാത്രം താമസിച്ചിരുന്ന സ്പെയിനിലെ ഒരു മലമ്പ്രദേശമായിരുന്നു ഗർഭന്താൾ. വളരെ നല്ല ഭൂപ്രകൃതിയും സൗന്ദര്യമുള്ള ഒരു പ്രദേശം. ഇവിടെ താമസിച്ച 4 പെൺകുട്ടികളാണ് കൊഞ്ചിത്ത ഗൊൺസാലസ്, മേരി ലോലി, ജസീന്ത ഗൊൺസാലസ്, മരിയ ക്രൂസ് ഗൊൺസാലസ് എന്നീ 4 പെൺകുട്ടികൾ. ഇവരിൽ മരിയ ക്രൂസ് ഗൊൺസാലസിന് മാത്രം 11 വയസ്സും ബാക്കി എല്ലാവർക്കും 12 വയസ്സുമായിരുന്നു പ്രായം. ഈ പെൺകുട്ടികൾ ഒരു ദിവസം സാധാരണഗതിയിൽ അവര് കളിച്ചുകൊണ്ടിരുന്ന ഒരു സമയം, അല്ലെങ്കിൽ അവര് മരത്തിൽ നിന്ന് ആപ്പിൾ പോലെയുള്ള ചില പഴങ്ങളൊക്കെ ഭക്ഷിച്ച് അവരിങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരുന്ന ഒരു സമയം. ഈ സമയത്ത് ഇടി വെട്ടേൽക്കുന്നത് പോലെ ഉള്ള വലിയ ഒരു ശബ്ദം ഈ കുട്ടികൾ കേൾക്കുന്നു. ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഭയന്ന് വിറച്ച് ഇവർ നോക്കിയപ്പോൾ ഒരു മാലാഖ അവിടെ നിൽക്കുന്നതായിട്ട് ഇവർ കണ്ടു. അന്തിച്ചു നോക്കിയ കുട്ടികൾ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇത് മിഖായേൽ മാലാഖയാണ് എന്ന ഒരു ഉൾപ്രേരണ അവർക്കെല്ലാവർക്കും ലഭിക്കുന്നു. ഏതാനും സെക്കൻഡുകൾ മാത്രമാണ് മിഖായേൽ മാലാഖ അവരുടെ മുൻപിൽ നിന്നത്. അതിനുശേഷം മാലാഖ അപ്രത്യക്ഷനായി. മാലാഖയെ കണ്ട കുട്ടികൾ അമ്പരന്ന് പോയി. ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുന്നത്. 4 പേർക്കും ഒരുപോലെയുള്ള അനുഭവം. അവർ പെട്ടെന്ന് തങ്ങളുടെ വീടുകളിലേക്ക് പോയി തങ്ങളുടെ വില്ലേജിൽ ചെന്ന് മറ്റാളുകളെയൊക്കെ വിവരം അറിയിച്ചു. ഞങ്ങൾ മാലാഖയെ കണ്ടു, മാലാഖ ഞങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടുവെന്ന്. എന്നാൽ ഗർഭന്താളിലെ ജനങ്ങൾ അത് വിശ്വസിച്ചില്ല. അവർ പറഞ്ഞു, നിങ്ങൾ പിള്ളേരെന്തെങ്കിലും കെട്ടുകഥകൾ ഉണ്ടാക്കുന്നതായിരിക്കാം. ചിലർ പറഞ്ഞു, ഗർഭന്താളിന്റെ മലഞ്ചെരുവുകളിൽ ചിലപ്പോൾ പൊക്കം കൂടിയ ഉയർന്ന തരത്തിലുള്ള ചില പക്ഷികളെയൊക്കെ, പ്രത്യേക രീതിയിലുള്ള പക്ഷികളെയൊക്കെ കാണാറുണ്ട്. ഈ കുട്ടികൾക്ക് ഇവയൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് ഏതെങ്കിലും പ്രത്യേക രീതിയിലുള്ള ചില പക്ഷികളെ കണ്ട് അത് മാലാഖയായിരിക്കുമെന്ന് ഇവർ കരുതുന്നതായിരിക്കാമെന്ന് ചിലർ പറഞ്ഞു. അങ്ങനെ ഗർഭന്താളിലെ ജനങ്ങൾ മാലാഖയെ കുട്ടികൾ കണ്ടുവെന്ന് പറയുന്ന കാര്യമൊന്നും സ്വീകരിച്ചില്ല. പിറ്റേന്ന് രാവിലെ അന്നത്തെ ഇടവക വികാരിയായിരുന്ന ഫാദർ വാലന്റൈൻ കുട്ടികളെ ഇപ്രകാരമുള്ള ദർശനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ പരിശ്രമിച്ചു. എന്നാൽ കുട്ടികൾ അതിന് വഴങ്ങിയില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ മാലാഖയെ കണ്ടു, ഞങ്ങൾ മിഖായേൽ മാലാഖയാണ് കണ്ടത്. കാരണം 11-12 വയസ്സുള്ള കുട്ടികൾക്ക് മിഖായേൽ മാലാഖയെ കുറിച്ചൊക്കെ അറിയാമെങ്കിലും അങ്ങനെ വളരെ വ്യക്തമായി മിഖായേൽ മാലാഖ തന്നെയാണ് ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടതെന്നൊക്കെ പറയണമെങ്കിൽ അവർക്കത് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഒരുപോലെ ഒരേ ശബ്ദത്തിൽ അവർ പറയുക. അത് ഉള്ളിന്റെ ഉള്ളിൽ സ്വർഗം നൽകിയ ചില പ്രേരണകളാണ്. ഞങ്ങൾ മിഖായേൽ മാലാഖയെ കണ്ടുവെന്ന് മക്കൾ പറയുന്നു. എന്നാണ് കുട്ടികൾ പറഞ്ഞതല്ലേ എന്നോർത്ത് കുറച്ച് ആളുകളൊക്കെ കൂടി അവർ വീണ്ടും അന്ന് മാലാഖയെ കണ്ട സ്ഥലത്തേക്ക് പോയി. അവിടെ വൈകുന്നേരം വരെ കാത്തിരുന്നെങ്കിലും അന്ന് മാലാഖ പ്രത്യക്ഷപ്പെട്ടില്ല. കുട്ടികൾ തിരിച്ചവർ വീടുകളിലേക്ക് പോയി. അവരുടെ വീടുകളിൽ ഇരുന്ന് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊഞ്ചീത്തയ്ക്ക് ഇപ്രകാരം ഒരു ശബ്ദം കേൾക്കുവാൻ സാധിച്ചു.
എന്നെ ഇന്ന് നിങ്ങൾ കണ്ടില്ലെങ്കിലും വിഷമിക്കണ്ട, നിങ്ങൾ എന്നെ വീണ്ടും കാണും എന്ന് ആരോ പറയുന്ന ശബ്ദം വ്യക്തമായി കൊഞ്ചീത്ത കേട്ടു. ഇതുപോലെയുള്ള അനുഭവം മറ്റു കുട്ടികൾക്കും അവരുടെ ഭവനങ്ങളിലും ലഭിച്ചു. ഇവരിലെ കൊഞ്ചീത്ത ഗൊൺസാലസ്, ജസീന്ത ഗൊൺസാലസ്, മരിയ ക്രൂസ് ഗൊൺസാലസ്, ഇവരുടെയൊക്കെ സർനെയും ഗൊൺസാലസ് ആണെങ്കിലും ഇവർ ബന്ധുക്കളൊന്നും അല്ലായിരുന്നു. ഇവർ വ്യത്യസ്ത കുടുംബങ്ങളിൽ ആണ് കഴിഞ്ഞിരുന്നത്. ഇവർ ഒരു വില്ലേജിൽ താമസിക്കുന്ന കൂട്ടുകാരാണെന്ന് മാത്രം, അല്ലെങ്കിൽ അവര് ബന്ധുക്കൾ ആയിരുന്നില്ല. ഇവർക്കെല്ലാം അന്ന് രാത്രിയിൽ ഇതുപോലെയുള്ള ശബ്ദം കേൾക്കുവാനായിട്ട് സാധിച്ചു. പിറ്റേന്നും അവർക്കൊരു ഉൾപ്രേരണ ലഭിച്ചതനുസരിച്ച് അവർ മാലാഖയെ കാണുവാനായിട്ട് പോയി. മാലാഖയെ കാണാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, വൈകുന്നേരമായപ്പോൾ മാലാഖ ഇവർക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. മാലാഖയെ കണ്ട് കുഞ്ഞുങ്ങൾ ഒരുപാട് സന്തോഷിച്ചു, ആഹ്ലാദിച്ചു. ഞങ്ങൾ പറഞ്ഞ കാര്യം, മാലാഖയെ കണ്ട കാര്യം വില്ലേജേഴ്സിനോട് പങ്കുവെച്ചപ്പോൾ അവരത് സ്വീകരിച്ചില്ല. എന്നാൽ വീണ്ടും മിഖാൽ മാലാഖ ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. വലിയ സന്തോഷമായി ഈ കുട്ടികൾക്ക്. മാലാഖയോട് അവർ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു. മാലാഖ വളരെ സ്നേഹത്തോടു കൂടി അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നു. മാലാഖ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്രകാരമാണ്: ജൂലൈ മാസം 2-ാം തീയതി പരിശുദ്ധ കന്യകാമറിയം നിങ്ങളെ സന്ദർശിക്കും. ജൂലൈ മാസം 2-ാം തീയതി പരിശുദ്ധ കന്യകാമറിയം നിങ്ങളുടെ അടുത്ത് വരും എന്നുള്ള സന്ദേശം നിങ്ങൾക്ക് തരുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സന്ദർശനത്തിന് നിങ്ങളെ ഒരുക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയുടെ സന്ദേശത്തിന് വേണ്ടി ഒരുങ്ങണം എന്ന് മിഖായേൽ മാലാഖ കുട്ടികളോട് നിർദ്ദേശിച്ചു. അങ്ങനെ മാലാഖയെ കണ്ട വലിയ സന്തോഷത്തിൽ അവർ നിൽക്കുമ്പോൾ മാലാഖ അപ്രത്യക്ഷനായി. ഈ കുട്ടികൾ വീടുകളിലേക്ക് തിരിച്ചുപോയി മാതാവിൻ്റെ സന്ദേശം ഉടനെ തങ്ങൾക്കുണ്ടാകുമെന്ന് മിഖായേൽ മാലാഖ അറിയിച്ച വിവരം അവരുടെ വില്ലേജ് വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ അറിയിച്ചു. ഈ വാർത്ത പെട്ടെന്ന് ഗരബന്താൾ മുഴുവനും എത്തി. അവർ പരിശുദ്ധ അമ്മയുടെ സന്ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഗരബന്താളിൽ പരിശുദ്ധ അമ്മ എപ്രകാരമാണ് പ്രത്യക്ഷപ്പെട്ടതെന്നും ഗരബന്താളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് നൽകിയ സന്ദേശങ്ങൾ എന്തൊക്കെയാണെന്നും ഈ കുട്ടികളുടെ ജീവിതത്തിൽ അന്ന് മുതൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുമൊക്കെ അടുത്ത എപ്പിസോഡുകളിലൂടെ നാം കാണുവാൻ പരിശ്രമിക്കും. മാലാഖ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിന് മുന്നോടിയായി കടന്നു വന്ന് കുട്ടികളെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിന് വേണ്ടി ഒരുക്കിയ മറ്റൊരു സ്ഥലമാണ് ഫാത്തിമ. ഫാത്തിമ സന്ദേശങ്ങളും ഗരബന്താൾ സന്ദേശങ്ങളും തമ്മിൽ വലിയ ഒരു സാമ്യമുണ്ട്. ഗരബന്താൾ സന്ദേശവും ഫാത്തിമ സന്ദേശവും തമ്മിലുള്ള സാമ്യവും മാലാഖ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിന് മുമ്പ് കടന്നു വന്ന് മക്കളെ ഒരുക്കിയ സാഹചര്യങ്ങളുടെ പ്രാധാന്യവുമൊക്കെ വരുന്ന എപ്പിസോഡുകളിലൂടെ നമ്മൾ മനസ്സിലാക്കും. ഇന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഒരു കാര്യം വ്യക്തമാക്കുകയാണ്: മാലാഖമാർ യാഥാർത്ഥ്യമാണ്. മുഖ്യദൂതനായ മിഖായേൽ മാലാഖയും ഗബ്രിയേൽ മാലാഖയും റഫാൽ മാലാഖയും ഒക്കെ ഇന്നും ഈ ലോകത്ത് നമുക്ക് വേണ്ടി, നമ്മളെ നിത്യരക്ഷയ്ക്ക് വേണ്ടി ഒരുക്കുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ള സത്യവും നാം ഇന്ന് മനസ്സിലാക്കുകയാണ്.
അതിന് പ്രിയമുള്ള സഹോദരങ്ങളെ, മാലാഖമാർ സഹായികളായി നമ്മോട് കൂടെയുള്ളപ്പോൾ തിന്മ നമ്മളെ പല വഞ്ചനകളിലേക്ക് നയിക്കുമ്പോൾ ഇന്ന് നമുക്ക് മാലാഖമാരോട് ചേർന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യ അനുഗ്രഹവും നിങ്ങളെല്ലാവരോടുമൊപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.